അമൃതമോളുടെ ബർത്ത്ഡേ ഫംഗ്ഷന് വരുന്നില്ല എന്ന് പറഞ്ഞവനാ എന്റെ മഹി. അവനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് ഞാന്. എന്നിട്ടിപ്പോ ആന്റിക്കറിയാതെ മഹേന്ദ്രനൊന്നും സംഭവിക്കില്ല. നീ എന്താ മോനെ എന്നെ ആന്റി എന്ന് വിളിക്കുന്നത്? അമ്മയെന്നല്ലേ നീ എന്നെ വിളിച്ചിരുന്നത്? എന്റെ മഹിയോട് മോന് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ കൈ തല്ലി ഒടിച്ചത് അവനല്ലേ? അതൊന്നും അവൻ മനഃപൂർവ്വം ചെയ്തതല്ല മോനെ. അവന്റെ രോഗം അവനെ കൊണ്ട് ചെയ്യിച്ചതാ. ഇനിയെങ്കിലും മോൻ അതൊക്കെ ക്ഷമിക്കണം. ഡോക്ടർ എന്തു പറഞ്ഞു സഹദേവ? എന്താണെങ്കിലും നിങ്ങൾ എന്നോട് തുറന്നു പറ. കലാവതി സങ്കടപ്പെടരുത്. മഹേന്ദ്രന്റെ മുഖത്തിന് സാരമായ പൊള്ളലേറ്റിട്ടുണ്ട്. തീപ്പാതിയായ ആ മുഖവും വെച്ചോണ്ട് എന്റെ പൊന്നുമോനിനെ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ദൈവമേ, അവന് നീ എന്തിനാ ഇങ്ങനൊരു വിധി കൊടുത്തത്? എന്തായാലും ജീവൻ ആപത്തൊന്നും വന്നില്ലല്ലോ. സാധാരണ ഇത്തരം കേസുകളിൽ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഡോക്ടർ പറഞ്ഞത്. ആ സമയത്ത് അമൃത കൊടുത്ത ഫസ്റ്റ് എയ്ഡാ മഹേന്ദ്രനെ രക്ഷിച്ചത്. പൊള്ളിയ മുഖം IC പൊതിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അനഘ പറഞ്ഞപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഒക്കെ ചെയ്തത് അമൃതയാ. അവൾക്ക് ആ മനസ്സ് തോന്നിയല്ലോ. മനസാക്ഷിയും സ്മരണയുള്ളവളാ അമൃതമോള്. ഒന്നുമില്ലെങ്കിലും കുഞ്ഞുനാളിലെ അവളുടെ ജീവൻ രക്ഷിച്ചവനല്ലേ എന്റെ മഹി. എന്നാലും അവന് തന്നെ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്റെ ഈശ്വര. കലാവതി സങ്കടപ്പെടല്ലേ. മുറിവ് കരിഞ്ഞ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മഹേന്ദ്രന്റെ മുഖം പഴയ രീതിയിലാക്കി തരാമെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്നാലും ഈ സ്പാർക്ലിംഗ് ക്യാൻഡിലൊക്കെ ബ്ലാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനൊരു ബ്ലാസ്റ്റ് നടക്കാൻ മാത്രം ഒരു സ്പാർക്ലിംഗ് ക്യാൻഡിൽ എന്തായിരിക്കുന്നത്? വലിയൊരു സ്ഫോടനമല്ലേ നമ്മളവിടെ കണ്ടത്. ഇത്രയും വലിയൊരു പൊട്ടിത്തെറി അവിടെ നടക്കണമെങ്കിൽ അതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. അത് ചെയ്ത് ആരായാലും അവരെ കണ്ടുപിടിച്ചേ പറ്റൂ. എന്റെ മഹിമോനെ ആരോ മനഃപൂർവ്വം ചതിച്ചതാ. അവനെ ഇല്ലാതാക്കാൻ വേണ്ടിയാ ഈ സ്ഫോടനം പ്ലാൻ ചെയ്തത് തന്നെ. കലാവതി എന്തൊക്കെയാ പറയുന്നേ? സത്യത്തിൽ ആ മെഴുകി കൊളുത്തേണ്ടിയിരുന്നത് എന്റെ അമൃതമോളായിരുന്നില്ലേ? അവളത് ചെയ്തിരുന്നെങ്കിൽ പൊള്ളി നാശമാകുമായിരുന്നതേ അമൃതയുടെയും അഭിമന്യുവിന്റെയും അവരുടെ തൊട്ടടുത്ത് നിന്നിരുന്ന കലാവതിയുടെ മുഖമായിരുന്നില്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാ അത് മഹേന്ദ്രനെ അപായപ്പെടുത്താനുള്ള പ്ലാനിങ് ആവുന്നത്? അങ്കിള് പറഞ്ഞത് 100% ശരിയാ. മഹേന്ദ്രൻ കയറി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇവരെല്ലാവരും പെട്ടേനെ. സത്യത്തിൽ ഇവരെല്ലാം രക്ഷിച്ചത് മഹേന്ദ്രനാണെന്ന് പറയേണ്ടി വരും. ആ സമയത്ത് മഹേന്ദ്രൻ എന്തിനാ അങ്ങനോട് നാടകം കളിച്ചെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയെങ്കിലും എന്റെ മഹിമോനെ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്ക്. മനസ്സിന് സുഖമില്ലാത്തവനാ എന്റെ മോൻ. അവൻ എപ്പോ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. അവനവിടെ കാട്ടിക്കൂട്ടിയതൊന്നും അവൻ മനഃപൂർവ്വം ചെയ്തതല്ല. രോഗം ഒരു കുറ്റമല്ലല്ലോ. എന്തായാലും ഇതങ്ങനെ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. ഈ അപകടം ആരോ മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണെന്ന് മനസ്സിലായി. അത് ചെയ്ത ആരാണെങ്കിലും ഞാനത് കണ്ടുപിടിക്കും. അതിനുവേണ്ടി നിയമപരമായി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോവുന്നേ. മഹേന്ദ്രന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി കാണാം. ഞാനൊന്ന് എന്റെ മോനെ കയറി കണ്ടിട്ട് വരാം.
വെച്ച് വിശ്വസിക്കണ്ട. ഇത് ചെയ്തത് ഇപ്പൊ ഇവിടുന്ന് അനിയന്റെ പേരിൽ പൂങ്കണ്ണീര് ഒഴിച്ചിട്ട് പോയ കലാവതിയാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.